സാർ, ഇന്ന് രാവിലെ കോളിംഗ് അറ്റൻഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറുപടി പറഞ്ഞ കൂട്ടത്തിൽ 2016 മുതൽ നടത്തിയ എയ്ഡഡ് മേഖലയിലെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് രണ്ടാമത് സംസാരിച്ചപ്പോൾ അത് വസ്തുതയല്ല എന്നുള്ള നിലയിൽ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, 2016 മുതൽ 2025 വരെ എയ്ഡഡ് മേഖലയിൽ 1,12,000 നിയമനങ്ങൾ എയ്ഡഡ് മേഖലയിൽ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ സ്ഥിരം നിയമനത്തിൻ്റെ കാര്യമുണ്ട്. ഇത് ഡെയിലി ബേസ് നിയമത്തിൻ്റെ കാര്യം അടക്കമാണ് ഞാൻ പറഞ്ഞത്. 36,318 സ്ഥിരം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. സാർ, 2021 മുതൽ 2025 വരെ LDF സർക്കാർ അധ്യാപക അനധ്യാപക നിയമനങ്ങൾ 60,500 നടന്നിട്ടുണ്ട്. സാർ, ഇതെല്ലാം ഫണ്ട് കാശ് ഖജനാവിൽ നിന്ന് കൊടുത്തിട്ടാണല്ലോ നടക്കുന്നത്, വെറുതെ അല്ലല്ലോ നടക്കുന്നത്. സാർ, 1,503 ഭിന്നശേഷിക്കാരെ ഈ സർക്കാർ വന്നശേഷം നിയമിക്കപ്പെട്ടിട്ടുണ്ട്. സാർ, 55 ഭിന്നശേഷിക്കാരുടെ അപേക്ഷ പെൻഡിങ്ങിലാണ്. 2011 മുതൽ 2016 വരെ 35,000 നിയമന പ്രപ്പോസൽ ഭിന്നശേഷിക്കാരുടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഈ സർക്കാർ കാലയളവിൽ നിയമിച്ച ദിവസവേതന അധ്യാപകർ 54,961 അപ്പോൾ സാർ, ഞാൻ ഈ സഭയിലുള്ള ഉത്തരവാദിത്വത്തോടുകൂടിയാണല്ലോ പറയുന്നത്. ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സാർ, ഭിന്നശേഷിക്കാരുടെ കാര്യം ഞാനോ അങ്ങോ ഈ സഭയോ ഇല്ല കുറ്റക്കാർ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഭിന്നശേഷിയിൽപ്പെട്ട സുഹൃത്തുക്കൾ കേസുമായി ബന്ധപ്പെട്ട് പോയി 3%, 4% ഭിന്നശേഷിക്കാർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റ് ഉള്ളവരെ നിയമിക്കാൻ പാടുള്ളൂ നിയമം വന്നു. അത് വളരെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറേ കാലതാമസം എടുത്തു. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ പോകുന്നത്, SLP ആയിട്ട് പോകുന്നത്. സുപ്രീം കോടതി പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങി. ആ അവസരത്തിലാണ് NSS ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുന്നത്. അപ്പോൾ NSSന് അനുകൂലമായിട്ട് അവരെ എത്രയാണോ ഭിന്നശേഷിക്കാർ ഉള്ളത് അത് എഗ്രിമെൻ്റ് വെച്ച ശേഷം മറ്റ് നിയമനം നടത്തുന്നതിന് വേണ്ടിയുള്ള അനുവാദം അവർക്ക് കൊടുത്തു. അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള SLPയിൽ വന്നിട്ടുള്ള വിധിയെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ജനറലിൻ്റെ ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചു. അഡ്വക്കേറ്റ് ജനറൽ രേഖാമൂലം എഴുതി തന്ന പേപ്പർ എൻ്റെ ഇവിടെ ഇരിക്കേണ്ടത്. സാർ, ഞാൻ ആര് പറഞ്ഞാൽ കേൾക്കേണ്ടത്? അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഈ നിയമത്തിൻ്റെ കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറൽ പറയുന്നത് കേൾക്കണമോ, വേറെ ആരെങ്കിലും പറഞ്ഞ് കേൾക്കണമോ? അഡ്വക്കേറ്റ് ജനറൽ ഇപ്പോൾ പറയുന്നത് ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാലും ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ബാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അപേക്ഷകന് തനിക്ക് ന്യായമായി ലഭിക്കേണ്ട പ്രവേശനം അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല എന്ന് ഭിന്നശേഷിക്കാരന് പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണക്കാരന് പരാതി ഉണ്ടെങ്കിൽ ഈ ജില്ലാ സമിതിയിലോ സംസ്ഥാന സമിതിയിലോ അപേക്ഷ കൊടുക്കാം. ഈ അടുത്ത മാസം 10-ാം തീയതിയോടുകൂടി സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഒരു അദാലത്ത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ എന്താ സാർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അങ്ങ് പറഞ്ഞ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ കൂടുതൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല.